കാണാൻ സാധിച്ചു. ജോസഫ് സിനിമയ്ക്ക് ശേഷം ഒരു പോലീസ് വേഷം അത് ഗംഭീരമായിട്ട് ജോയിച്ചേട്ടൻ ചെയ്തു. പിന്നെ അതുപോലെ പുതുമുഖങ്ങളായിട്ട് കുറച്ച് കുട്ടികൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അവരെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ മിമിക്രി വേദിയിലൂടെ തന്നെ നമ്മളെ രസിപ്പിച്ച നമ്മുടെ അജീഷ് കോട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു പ്രകടനം ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ അതിലകത്ത് നായിക പ്രധാനമുള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത്. പാട്ടാണെങ്കിലും ഒരു കള്ളുപാട്ടുണ്ട്, അത് അതിമനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ലൊരു മൂവി, ഒരു ഫാമിലി സിനിമയാണ്, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. എന്തോ അത് പറയാൻ പറ്റില്ല, എങ്ങനെ നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. നേരത്തെ താമര എന്നൊരു പേരിൽ ഈ സിനിമ വന്നിരുന്നത്, എൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇങ്ങനെ പുതിയ രീതിയിലെത്തിയത്. എന്തായാലും ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു വിജയം കൈവരിച്ചു. നല്ല മൂവി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തോ ജോജി ചേട്ടൻ ഇതിനകത്തൊരു പോലീസ് വേഷമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജോസഫ് മൂവിയില്ലേ, അതിനുശേഷം ഒരു പോലീസ് വേഷം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തു, നല്ല പ്രകടനമാണ്. എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കലാമോ നവാസ്ക പ്രത്യേകിച്ച് പറയുന്നത് പറഞ്ഞാൽ ഇക്കാടെ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല മൂവി, എല്ലാവരും അടിപൊളി. സന്തോഷം. 2018 ചെയ്ത പടമാണിത്. അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പടം ഇറക്കിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഈ പടത്തിൻ്റെ. ഈ പടത്തിൽ തന്നെ ആരോ എന്ന് പറഞ്ഞ മൂവി തന്നെ നമുക്ക് കാണാം. 2018 ആയതുകൊണ്ട് പല പടങ്ങളുടെയും ഷെഡ്യൂളിൻ്റെ ഇടയിൽ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷെഡ്യൂള്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പിന്നെയും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്, അങ്ങനെ പല സമയത്ത് എടുത്തതുകൊണ്ട് ഗെറ്റപ്പിലും ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. നന്നായിരുന്നു. ഞാൻ അതല്ലാതെ എന്താ ഞാനിതിൽ പറയുന്നത്, എല്ലാവരും നന്നായിരുന്നു. ജോയിച്ചേട്ടനാണെങ്കിലും അനുമോളേച്ചി ആണെങ്കിലും ഗിച്ചു ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സർവൈവൽ മൂവിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. ആരോ പടത്തെ കുറിച്ച് രണ്ടു വാക്ക്. പടം ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മളെത്ര ഹാപ്പി എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ അഭിനയിച്ചവർ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്, അവരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവി ആയിരിക്കും. ചെറിയ അഭിനേഷൻ കാത്തിരുന്ന പടമാണ്. ഒരുപാട് പ്രയത്നിച്ച ഒരു പടം കൂടിയാണ്. എല്ലാവരും ഒരുപാട് പേരെ സ്വപ്നമാണ് ഈ പടം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സൂപ്പർ. അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും, ഇതിപ്പോൾ വൈകി വന്നാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാതിരിക്കുന്നവർക്ക് നഷ്ടമാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. നല്ല സിനിമ, ഫാമിലി എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റും. കട്ടിലെയും മലയാളികൾക്ക് നഷ്ടമാണ്. പടം അടിപൊളിയാണ്. ജോയിച്ചേട്ടൻ സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കുറച്ച് ഫിലിമാണെങ്കിലും നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ നല്ലതായിട്ട് പോയിട്ടുണ്ട്. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. അനുമോൾ നല്ലതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ഇപ്പോൾ നമ്മൾ സോഷ്യലി ഇപ്പം നോക്കുവാണെങ്കിൽ ഈ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതലും ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ റേപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഓവറോൾ കണ്ടിരിക്കാം, നല്ല മൂവി. പടം ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയിട്ടുള്ളൂ. പടം രസമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തതാണെങ്കിലും രസമുണ്ട്. കണ്ട ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇത്രയും നാൾ കണ്ടൊരു ജോണറല്ല പടത്തിൻ്റെ. ഈ ഫാമിലിയും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ച പോലെ തന്നെയാണ് സിനിമ കണ്ടപ്പോഴും. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. മാറ്റം ഷൂട്ട് ചെയ്ത് വരുമല്ലോ, മാറ്റം ഉണ്ടാവില്ല. രസമായിട്ടുണ്ട്, കുഴപ്പമില്ല. കരിമുക്ക ഇച്ചിരി പഴയതാണെങ്കിലും പുതിയ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട് പുള്ളി. ജോയിച്ചേട്ടനായാലും അനുമോളായാലും അത് അഭിനയിച്ച എല്ലാവരും രസമായിട്ടുണ്ട്. അവിടെ എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. അതല്ല, നമ്മളെ സംബന്ധിച്ചൊരു പടം ചെയ്തിട്ട് അത് ഇറങ്ങാണ്ടിരിക്കുക എന്നെക്കാട്ടും ഭേദം പടം ഇറങ്ങാമെന്നുള്ളതല്ലേ. അപ്പോൾ ഇറങ്ങിയതിൽ വളരെ സന്തോഷം. അതിലുപരി പടം രസമായിട്ടുണ്ട്, പ്രതീക്ഷക്കാട്ടും കൂടുതൽ രസമായിട്ടുണ്ട്. ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് പടം കാണുന്നത്. കൊള്ളാം. ജോയിച്ചേട്ടൻ ജോയിച്ചേട്ടൻ എനിക്കറിയില്ല, ഞാനല്ല ഫസ്റ്റ്. ജോയിച്ചേട്ടനാണ് ആ
പുള്ളിയൊക്കെ ഈ പടത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ വരുന്നത്. ഞാൻ ലാസ്റ്റാണ് കാസ്റ്റ് ആവുന്നത് ഈ പടത്തിലോട്ട്. എന്താ ഓക്കെ.